ബഹുമാനപ്പെട്ട പ്രതിനിധികളെ, പ്രിയ സഹപ്രവർത്തകരെ, അമേരിക്കയും ഇസ്രായേലും എന്ന ഗുണ്ടായിസം കാണിക്കുന്ന രണ്ട് ആണവായുധ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച നിയമവിരുദ്ധമായ യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇന്ന് ഇറാൻ നിൽക്കുന്നത്. ഈ അധിനിവേശ യുദ്ധം തികച്ചും അന്യായവും ക്രൂരവുമാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആരോപണങ്ങളിൽ പരിഹാരം കാണുന്നതിനായി ഇറാനും അമേരിക്കയും നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെ ഫെബ്രുവരി 28-നാണ് അവർ ഈ അക്രമം ആരംഭിച്ചത്. 9 മാസത്തിനിടയിൽ രണ്ടാം തവണയും ചർച്ചാമേശയെ തകർത്തുകൊണ്ട് അവർ നയതന്ത്രത്തെ വഞ്ചിച്ചു. ഈ അധിനിവേശത്തിൻ്റെ ഏറ്റവും ഭീകരമായ വെളിപ്പെടുത്തലുകളിലൊന്ന് തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ ഷജറത്ത് എലിമെൻ്ററി സ്കൂളിന് നേരെ നടന്ന ആസൂത്രിതവും ഘട്ടം ഘട്ടവുമായ ആക്രമണമായിരുന്നു. അവിടെ 175-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഈ കിരാതമായ ആക്രമണം ഒരു വലിയ മഞ്ഞുമലയുടെ കാണപ്പെടുന്ന അറ്റം മാത്രമാണ്. മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഏറ്റവും വെറുപ്പുളവാക്കുന്ന ലംഘനങ്ങളെ സാധാരണവൽക്കരിക്കുകയും ശിക്ഷാ നടപടികളെ ഭയക്കാതെ അതിക്രമങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന ധിക്കാരവും ആ മഞ്ഞുമലയ്ക്ക് താഴെ മറഞ്ഞിരിക്കുന്ന വലിയ ദുരന്തങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ ഇസ്രായേലി ആക്രമികൾ അവരുടെ സ്വന്തം അവകാശവാദമനുസരിച്ച് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഉയർന്ന കൃത്യതയുള്ള സൈനിക ഡാറ്റ സംവിധാനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിന് നേരെയുള്ള ആക്രമണം മനഃപൂർവ്വവും ആസൂത്രിതവുമാണെന്നല്ലാതെ മറ്റൊന്നും ആർക്കും വിശ്വസിക്കാനാവില്ല. ഷജാൽ സ്കൂളിനെ ലക്ഷ്യം വെച്ചത് ഒരു യുദ്ധക്കുറ്റവും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യവുമാണ്. ഇതെല്ലാവരുടെയും അസന്നിഗ്ധമായ അപലപിക്കലും കുറ്റവാളികളെ ഉത്തരവാദികളാക്കണമെന്ന വ്യക്തമായ നിലപാടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കണം. കാരണം ഇത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സ്വാർത്ഥതയാണ്. ഈ ക്രൂരതയെ ന്യായീകരിക്കാനോ മറച്ചുവെക്കാനോ ആർക്കും കഴിയില്ല. ഇതിനെ നിശബ്ദത കൊണ്ടോ നിസ്സംഗത കൊണ്ടോ നേരിടാനും കഴിയില്ല. മിനാബിലെ ഷാജ് സ്കൂളിന് നേരെയുള്ള ആക്രമണം വെറുമൊരു സംഭവമായോ തെറ്റായ കണക്കുകൂട്ടലായോ ഞാൻ കണക്കാക്കുന്നില്ല. തങ്ങളുടെ കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ വൈരുദ്ധ്യാത്മകമായ പരാമർശങ്ങൾക്ക് ഒരു തരത്തിലും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പൂർണ്ണമായും സിവിലിയന്മാരുള്ള ഏറ്റവും നിരപരാധികൾ താമസിക്കുകയും അറിവ് തേടുകയും ചെയ്യുന്ന ഒരിടത്തിന് നേരെ ഇത്ര നിഷ്ഠൂരമായ ആക്രമണം നടക്കുന്നതിന് അപലപിക്കുക എന്നത് മനുഷ്യാവകാശ ചട്ടക്കൂടുകൾക്ക് കീഴിലുള്ള നിയമപരമായ ബാധ്യത മാത്രമല്ല, അതൊരു ധാർമ്മികവും മാനുഷികവുമായ അനിവാര്യത കൂടിയാണ്. ഏതൊരു ട്രിബ്യൂണലിനേക്കാളും ആഴത്തിൽ നമ്മുടെ മനസാക്ഷി നമ്മെ വിധിക്കും. ബഹുമാനപ്പെട്ടവരെ, കഴിഞ്ഞ 27 ദിവസത്തെ ഈ നിയമവിരുദ്ധ യുദ്ധത്തിനിടയിൽ അമേരിക്കൻ ഇസ്രായേലി അതിക്രമങ്ങളുടെ ഇരയായത് ഷാജ് എലിമെൻ്ററി സ്കൂൾ മാത്രമല്ല. മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും അധിനിവേശക്കാർ അഭൂതപൂർവമായ ക്രൂരമായ രീതിയിൽ വൻതോതിലും വ്യവസ്ഥാപിതമായും ലംഘിച്ചിരിക്കുന്നു. യുദ്ധ നിയമങ്ങളോ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളോ മര്യാദകളോ പോലും പരിഗണിക്കാതെ അവർ സിവിലിയന്മാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെക്കുകയാണ്. യുദ്ധ നിയമങ്ങളോ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളോ മര്യാദകളോ പരിഗണിക്കാതെ അവർ സിവിലിയന്മാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെക്കുകയാണ്. ഇറാനിലുടനീളം 600-ലധികം സ്കൂളുകൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. 1000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി കരുണയില്ല, ഇടമില്ല എന്ന് ധിക്കാരപൂർവ്വം വിളിച്ചു പറയുകയും ഇറാന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അക്രമികൾ ആശുപത്രികൾ, ആംബുലൻസുകൾ, ആരോഗ്യ പ്രവർത്തകർ, റെഡ് ക്രസന്റ് രക്ഷാപ്രവർത്തകർ, റിഫൈനറികൾ, ജലസ്രോതസ്സുകൾ, താമസ സ്ഥലങ്ങൾ എന്നിവയെ ആക്രമിക്കുകയാണ് ഒരു മനസ്സാക്ഷിയും കൂടാതെ. അവർ ചെയ്യുന്ന അതിക്രമങ്ങളുടെ തീവ്രത വിവരിക്കാൻ പോലും സാധ്യമല്ല. അത്രത്തോളം നിഷ്ഠൂരമാണ്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമെന്ന് പറയുന്നത് പോലും മതിയാവില്ല. അക്രമികളുടെ ആക്രമണ രീതികളും അവരുടെ പ്രസംഗങ്ങളും വംശഹത്യ നടത്താനുള്ള അവരുടെ വ്യക്തമായ ഉദ്ദേശത്തെക്കുറിച്ച്
ചെറിയ സംശയം പോലും ബാക്കി വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ബഹുമാനപ്പെട്ടവരെ, ഇറാന്റെ ഉന്നത രാഷ്ട്രത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ അന്യായമായ യുദ്ധം അധീനതയിലുള്ള പലസ്തീനിലും ലെബനനിലും മറ്റെവിടെയെങ്കിലും നേരത്തെ നടന്ന നിയമലംഘനങ്ങൾക്കും അതിക്രമങ്ങൾക്കും മുന്നിൽ പാലിച്ച നിശബ്ദതയുടെ നേരിട്ടുള്ള അനന്തരഫലമാണ്. അനീതികൾക്ക് മുന്നിലുള്ള നിസ്സംഗതയും നിശബ്ദതയും സുരക്ഷയോ സമാധാനമോ കൊണ്ടുവരില്ല. അത് കൂടുതൽ അരക്ഷിതാവസ്ഥയെയും അവകാശ ലംഘനങ്ങളെയും ക്ഷണിച്ചു വരുത്തും. ഐക്യരാഷ്ട്രസഭയും അത് ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളും മൊത്തത്തിലുള്ള മനുഷ്യാവകാശ ചട്ടക്കൂടും വലിയ അപകടത്തിലാണ്. നിങ്ങളെല്ലാവരും അക്രമികളോട് വിളിച്ചു പറയേണ്ടതുണ്ട്. ഇറാനികൾക്കെതിരെ അവർ ചെയ്യുന്ന മ്ലേച്ഛമായ കുറ്റകൃത്യങ്ങൾക്ക് രാഷ്ട്രങ്ങളുടെ സമൂഹവും മാനുഷിക മനസ്സാക്ഷിയും അവരെ ഉത്തരവാദികളാക്കുമെന്ന് അവരെ അറിയിക്കേണ്ടതുണ്ട്. ഇറാൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. ഇറാനികൾ സമാധാനപ്രിയരും മാന്യരുമായ ഒരു ജനതയാണ്. ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ നാഗരികതകളിലൊന്നിൻ്റെ അവകാശികളാണവർ. എങ്കിലും എല്ലാത്തരം കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതിൽ യാതൊരു അതിർവരമ്പുകളുമില്ലാത്ത ക്രൂരമായ അക്രമികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ അവർ തികഞ്ഞ നിശ്ചയദാർഢ്യവും ഉറച്ച തീരുമാനവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കീഴടങ്ങുന്ന ഒരു ജനതയല്ല. പ്രതിരോധത്തിന് വേണ്ടിയെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു യുദ്ധത്തിലല്ല ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും ഞങ്ങളുടെ മേൽ ഈ ലോകശക്തികൾ എന്നവകാശപ്പെടുന്നവർ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ സമാധാനത്തിന് ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഞങ്ങൾക്ക് സംഭവിച്ച കനത്ത നഷ്ടങ്ങൾ മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ്. അത്രത്തോളം ക്രൂരമായ ആക്രമണങ്ങളാണ് ഇതിനോടകം ഇറാൻ നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയുന്നു, എത്ര വലിയ ലോകശക്തികളാണെങ്കിലും ഇറാൻ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അത്രത്തോളം ആത്മവിശ്വാസമുള്ള, തോറ്റുകൊടുക്കാത്ത, ഭയപ്പെടാത്ത ഒരു ജനതയാണ് ഇറാനുള്ളത്. പ്രിയപ്പെട്ടവരെ, സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പ്രതിരോധമാണിത്. ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളെ അംഗീകരിക്കുന്ന, പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കരുതലിനും ശ്രദ്ധയ്ക്കും ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കും. വളരെയധികം നന്ദി.